ഹായ്, ഞാൻ നിങ്ങളുടെ രമേശ് ചേച്ചി ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ചപ്പാത്തി എന്ന് ചോദിച്ചാൽ ഒരു ക്യാരറ്റ് ചപ്പാത്തിയും ഒരു ബീറ്റ്റൂട്ട് ചപ്പാത്തിയും. അപ്പോൾ എല്ലാവരും ഇവർക്ക് പുട്ടിലും ഇതുപോലെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പപ്പങ്ങ ഇങ്ങനെയൊക്കെ ഉള്ളതായേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. പക്ഷേ എനിക്കിതിങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. കൊച്ചുമക്കൾക്കൊക്കെ ഇതൊക്കെ ഈ കളറിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ചപ്പാത്തി ഈ കളറിൽ ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്റ്റൂ എന്ന് പറഞ്ഞാൽ എന്തോന്നിൻ്റെ സ്റ്റൂ ആണ്? ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് തുടങ്ങാം. ചപ്പാത്തിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഒരു വലിയൊരു ബീറ്റ്റൂട്ട് ചെറുതായിട്ട് പകുതി എടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. അതുപോലെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. പിന്നീട് ഇതിനൊരു കൂട്ട് തയ്യാറാക്കണം. ഈ കൂട്ടിന് വേണ്ടി ഒരു 5 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിന് വേണ്ടി ഒരു 5 പച്ചമുളക് വേണം. അത് പച്ചമുളക് ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട്, അതെടുക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിന് ഗരം മസാല പൊടിയിൽ ചേർക്കേണ്ടതാണ്. ആവശ്യത്തിന് ഉപ്പും കുരുമുളക്, മാവിൽ ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലും നെയ്യും വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുക്കണമല്ലോ. കടുക് വറുക്കാൻ വേണ്ടി പെരുംജീരകം, കടുക്, വെളിച്ചെണ്ണ ഇത്രയും ആവശ്യമുണ്ട്. മാവിലോട്ട് ചേർക്കാൻ വേണ്ടി വെള്ളം വേണം ആവശ്യത്തിന്. ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നീട് ഒരു കാര്യം, തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഈ സ്റ്റൂവിലോട്ട് ചേർക്കാനുള്ളതാണ്. അത് പാല് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ പാലെടുത്ത് പിഴിഞ്ഞ് ചേർക്കണം. അങ്ങനെ ഒരു ഇടത്തരം കുക്കറാണ്. ഈ കുക്കറിലോട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് തട്ടി കൊടുക്കണം. അടുത്തതായിട്ട് സവാള ഇട്ട് കൊടുക്കണം. ഇഞ്ചി ചതച്ച് വെച്ചിട്ട് ഇഞ്ചി തട്ടി കൊടുക്കണം. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കണം. ഈ മാവിൽ നമുക്ക് ബീറ്റ്റൂട്ടാണ് ആദ്യം ഞാൻ അരച്ചെടുക്കുന്നത്. നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല മഷി പോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഒരു ജാറിലോട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ബീറ്റ്റൂട്ട് നല്ലതുപോലെ അരച്ച് അത് ഒരു 2 വലിയ ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ കുഴയ്ക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിൽ നല്ലതുപോലെ കുഴയ്ക്കണം. ബീറ്റ്റൂട്ട് ചപ്പാത്തി മാവ് തയ്യാറാക്കി ഇനി ഇതിലോട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരല്പം ഒഴിച്ചു കൊടുത്താൽ വെച്ചാൽ മാവ് നല്ല കുഴഞ്ഞ് വന്നതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിക്കണം. നല്ലതുപോലെ കുഴച്ചെടുക്കണം.
ഇത് നല്ല രസകരമായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. നിങ്ങൾ ഇത് ഇങ്ങനെ കൂടെ ഉണ്ടാക്കി കഴിക്കണം. കൊച്ചു മക്കൾക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഈ കൊച്ചു മക്കളുള്ള വീടുകളിലാണ് ഇത് കൂടുതലും ഉണ്ടാക്കേണ്ടത്. എന്നുവെച്ചാൽ അവരാരും പച്ചക്കറി കഴിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും കഴിക്കുമെങ്കിൽ അത്രയ്ക്കും സന്തോഷമല്ലേ നമുക്ക്. അത് ഇതുവരെ ചെയ്ത് കൊടുക്കും. അങ്ങനെ ബീറ്റ്റൂട്ട് ചപ്പാത്തിക്ക് വേണ്ടിയുള്ള മാവ് തയ്യാറെടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചിരിക്കണം. ഒരല്പം നേരം ഇരിക്കണം. ഒരു 10-15 മിനിറ്റ് വരെ ഇരിക്കണം. അടച്ചിരിക്കണം. ഇനി നമുക്ക് ക്യാരറ്റ് ചപ്പാത്തി ഉണ്ടാക്കണം. ക്യാരറ്റ് നല്ലതുപോലെ അരച്ച് വെച്ചിരുന്നു. ഇനി ഈ മാവിലോട്ട് ക്യാരറ്റ് അരച്ച് വെച്ചതിന് ചേർത്ത് കൊടുക്കാം. ഇതിലിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ കുഴയ്ക്കണം. എന്നിട്ട് വെള്ളം ചേർക്കണം. അത് ആ മാവ് കുഴയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. നല്ലതുപോലെ കുഴയ്ക്കണം. ക്യാരറ്റ് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ചപ്പാത്തിക്ക് വേണ്ടിയുള്ള മാവ് കുഴച്ച് കഴിഞ്ഞ് ഇനി ഇതാണ് ഒരല്പം നേരം ഇരിക്കണം. ഒരു 15 മിനിറ്റ് നേരം ഇരിക്കണം. ഇതിപ്പം 3 വിസിൽ കേട്ട് ഇനി നമുക്ക് ഈ കൂട്ടും തൊങ്ങോട്ടും മാറ്റി വയ്ക്കാം. ഇനി അടുത്തിന് ഈ കൂട്ടിലോട്ട് ചേർക്കാൻ നമുക്ക് തേങ്ങാപ്പാൽ വേണം. അത് തയ്യാറാക്കാം. കുറച്ച് തേങ്ങാപ്പാൽ വേണം. അതൊന്ന് നമുക്ക് ഈ തേങ്ങ ജാറിലോട്ടിട്ട് ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ അരച്ച് എടുക്കണം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് സ്റ്റൂവിന് വേണ്ടി തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ വെയിറ്റ് എടുത്ത് മാറ്റി തുറന്ന് നോക്കണം. നല്ലതുപോലെ വെന്ത് അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിനി ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ഇത്തിരി ഗരം മസാല പൊടിച്ച് വെച്ചത് ഞാനിവിടെ വീട്ടിൽ പൊടിച്ചതാണ്. പെരിഞ്ചീരകവും പട്ട, ഏലക്ക, ഗ്രാമ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അതുപോലെ കുരുമുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കണം. തേങ്ങ അരച്ചതിൻ്റെ ഇത് 2ാം പാലാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലെടുത്തതിൻ്റെ 2ാം പാലാണ്. ഇതൊന്ന് കലക്കി കൊടുക്കണം. സ്റ്റൗ കത്തിച്ച് ഇനി ഈ കൂട്ടൊന്ന് തിളച്ച് വരണം. വെച്ചിരിക്കുന്ന 1ാം പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കലക്കണം. അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡിയായി. ഇനി നമുക്കിതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് താളിച്ച് ചേർക്കണം. കടുക് താളിക്കണം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലോട്ട് കടുകിട്ട് കൊടുത്ത് ചെറിയ ഉള്ളി, അതുപോലെ ഒരു ചെറിയൊരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്ത്. സ്റ്റൂവിൽ തക്കാളി ചേർക്കില്ല, അതുകൊണ്ട് ഞാൻ അതിൽ ചേർത്തിട്ടില്ല. ചേർത്ത് കൊടുക്കാം.
നമുക്ക് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കലക്കി കൊരിയാൽ മതി. ഇപ്പം നമുക്കങ്ങനെ അടച്ച് വയ്ക്കാം. കണ്ടോ, ഇത് ബീറ്റ്റൂട്ട് ചപ്പാത്തി, ഇത് ക്യാരറ്റ് ചപ്പാത്തി, രണ്ടും കൂടി കുഴച്ച് വെച്ച് നല്ല മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനടുത്ത് ഉരുട്ടി ഉണ്ടാക്കാം. ബീറ്റ്റൂട്ടിന് ഉള്ള ചപ്പാത്തിക്ക് ആദ്യം ഒരു 5 എണ്ണം എടുക്കാം. ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ ഇരുന്ന് ഞാനിവിടെ അടുക്കളയിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണത്. ഇതേപോലെ ഇരുന്ന് നീ പാചകമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അടുത്തിന് ക്യാരറ്റിൻ്റെത്. ഇത് സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലിപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറുതാണ് ഉണ്ടാക്കി. അങ്ങനെ ബീറ്റ്റൂട്ട് ചപ്പാത്തിയും ക്യാരറ്റ് ചപ്പാത്തിയും റെഡിയായി. സ്റ്റൂവും റെഡിയായി. ഇതിന് അതിൻ്റെ കൂടെ വരി വയ്ക്കാം. പോലെ എല്ലാവരും ഉണ്ടാക്കണം. ഉണ്ടാക്കി കൊച്ചു മക്കൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും.